أعوذ بالله من الشيطان الرجيم. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم. ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين. أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. لا جرم أنهم في الآخرة هم الخاسرون. സൂറത്ത് നഹ്ൽ 106 മുതൽ 109 വരെയുള്ള ആയത്തുകളാണ്. ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിരിക്കെ സത്യനിഷേധിയാവാൻ ഒരാൾ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഇളവുണ്ട്. എന്നാൽ തുറന്ന മനസ്സോടെ കുഫർ സത്യനിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ അത്തരക്കാർ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി മാറുന്നതാണ്. പരലോകത്ത് ഭയങ്കരമായ ശിക്ഷയും ഉണ്ടാവും. അവർ ഐഹിക ജീവിതത്തെ പരലോക ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെയുള്ള സത്യനിഷേധികൾ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ മനസ്സുകളും കണ്ണുകളും കാതുകളും അള്ളാഹു അടച്ചു പൂട്ടിയിരിക്കുന്നു. അവർ തികച്ചും അശ്രദ്ധരാണ്. നിസ്സംശയം പരലോകത്ത് യഥാർത്ഥ നഷ്ടത്തിലകപ്പെടുന്നവരും അവർ തന്നെയായിരിക്കും. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്കിരയാവുന്നവർക്ക് അത്തരം സന്ദർഭങ്ങളിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവർ സത്യനിഷേധത്തിൻ്റെ വചനങ്ങൾ ഉരുവിടേണ്ടി വരികയാണെങ്കിൽ, അഥവാ അതിനവർ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇളവാണ് ഈ ആയത്തിൽ പറയുന്നത്. വിശ്വാസനയുടെ കാലത്ത് പുതുമുസ്ലിങ്ങളിൽ പലർക്കും ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ബിലാൽ, യാസർ, അമ്മാർ, സുമയ്യ, കബ്ബാബ് ഇവരൊക്കെ അവരിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ബിംബങ്ങളെ സ്തുതിക്കുവാനും നബി തിരുമേനിയെ അധിക്ഷേപിച്ച് സംസാരിക്കുവാനും അവർ നിർബന്ധിക്കപ്പെടുകയുണ്ടായി. പക്ഷെ അവരാരും അതിന് വഴങ്ങിയില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു പീഡനം സഹിക്കവയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച് സംസാരിക്കുവാനും സത്യനിഷേധത്തിൻ്റെ വാക്യങ്ങൾ ഉച്ചരിക്കുവാനും തയ്യാറായി. അതിനാൽ ശത്രുക്കൾ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുത്മഇന്നും ബിൽ ഈമാൻ, അത് ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഇനിയും പീഡിപ്പിക്കുകയാണെങ്കിൽ നീയും ഈ തന്ത്രം തന്നെ പയറ്റിക്കൊള്ളുക. നമുക്കറിയാമല്ലോ, ഉത്തരേന്ത്യയിലൊക്കെ പലയിടങ്ങളിലും മുസ്ലിങ്ങൾ ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. അപ്പോൾ അതേപോലുള്ള അവസ്ഥകളൊക്കെ ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾക്ക് ഉറച്ച ഈമാനുള്ളതോടൊപ്പം തന്നെ അത്തരം വാക്കുകൾ ഉരുവിടുന്നതിൽ തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതേസമയം ഒരാൾ മനഃപൂർവ്വം ഈമാനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സത്യനിഷേധത്തിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവുന്നതാണ്. കാരണം അവൻ പാരത്രിക ജീവിതത്തെക്കാൾ മുൻഗണന നൽകുന്നത് ഈ നശ്വരമായ ഐഹിക ജീവിതത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സും കണ്ണും കാതുമൊക്കെ സത്യത്തിന് നേരെ കൊട്ടിയടച്ചിരിക്കുകയാണ്. അതിനാൽ ഇങ്ങനെയുള്ളവർക്ക് ദുനിയാവിലും ആഖിറത്തിലും മഹാനഷ്ടം തന്നെയായിരിക്കും ഭവിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.